പിന്നെ മോണ്ടിപ്പെട്ട് അന്നാണ് നയിക്കാൻ പറ്റാ. പിന്നെ എൻ്റെ ഉമ്മയും ബാപ്പയും കൊണ്ട് കള്ള എന്നാണ് പറഞ്ഞ. കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്ന് കഥ തുറക്കുന്നത്. തുറന്നുള്ള തന്നെ ഞാൻ നോക്കിയപ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ മൂങ്ങിക്കൂടെ കുരിച്ച് ഇങ്ങനെ മോന്റെയൊക്കെ ഈ വർണ്ണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ മോൻ മരിച്ചിട്ട് എനിക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പം. അപ്പം ഇതും കൂടെ ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോഴേ ഞാനൊന്ന് ചിന്തിക്കുകയാണ്, ഈ കുട്ടിയെ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഞങ്ങൾ വളർത്തിയ എൻ്റെ മുഹമ്മദിനെ പോലെ ഞങ്ങൾ നല്ല രീതിയിൽ വളർത്തി അവരെ വലുതാക്കി ഞങ്ങൾ സംരക്ഷിച്ചത്. എൻ്റെ മോന് പകരം ഞാൻ നോക്കിയതിനെയല്ല ആ കുട്ടിയെ ഇവളുമാർ ആർക്കെങ്കിലും തന്ന വിടാത്ത ഞങ്ങളിപ്പോഴല്ലേ അറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ. എൻ്റെ വിവാഹം എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ഞാൻ ഇങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ പറയാം. എൻ്റെ വിവാഹം 2022 നടന്നത്. അന്ന് കുഞ്ഞിന് 18 വയസ്സ് മാത്രമാണ് പ്രായം. അഷ്കറിന് 29 വയസ്സ്. എങ്ങനെയാണ് അഷ്കറിനെ കുഞ്ഞ് പരിചയപ്പെടുന്നത്? അമിന എന്നെ ഈ മണി എനിക്ക് പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാം, എൻ്റെ വീട്ടിൽ സംബന്ധിക്കണമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ നടക്കുന്ന സമയത്ത് അതായത് ആമിന പറയുന്നത്, ഈ പറയുന്നത് പോലെ ആമിന എന്ന് അതേ പേരുള്ള മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് അഷ്കർ എന്ന് പറയുന്ന ഒരു യുവാവ് ഇത്തരത്തിൽ ആമിനയെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഫോൺ വഴിയാണ് ഒരു കണക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ബന്ധം ഉണ്ടായ സമയത്ത് ആമിന പറഞ്ഞത് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുക എന്നുള്ളതാണ്. അങ്കിൾ, അങ്ങനെ ഈ ആമിന പറയുന്നത് പോലെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച സമയത്ത് എന്താ സംഭവിച്ചത്? ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആമിനക്കാരുടെ പ്രായമായില്ല, ആമിന പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആമിന പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് ആലോചിക്കും ആമിനയെ കെട്ടിച്ചു കൊടുക്കണോ വേണ്ടതെന്ന്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അറിയാം, നമ്മൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാ ആയിക്കോട്ടെ പോവാൻ പറഞ്ഞു. അങ്ങനെ അവർ ഇറങ്ങി പോയതാണ്. അങ്ങനെ ഉപ്പയും ഉമ്മയും സമ്മതിക്കാതിരുന്നിട്ട് കുഞ്ഞെന്താ ഇയാളോട് ഇറങ്ങി പോവാൻ കാരണം? ഉമ്മയും സമ്മതിക്കൂലെന്നെ പറഞ്ഞു. പിന്നെ എനിക്കെന്ന് വലിയ നടന്നുണ്ട്. എനിക്ക് ഇവനെ തന്നെ മതി എന്നായി. അവസാനം അവനെ വിളിച്ചിറക്കി കൊണ്ടുപോയി. അവനും അവന്റെ സമയം ഉണ്ടായിരുന്നു കൂടെ. ആദ്യം പോയത് ഇവന്റെ മൊത്തമായ ആമിന പറയുന്നത് പോലെ ഇപ്പോ ആമിനയുടെ അഷ്കറിന്റെ ഉമ്മയുണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു വിളിച്ചോണ്ട് പോകുന്ന സമയത്ത്. ചേട്ടാ, അങ്ങനെ പോയ ആമിനയെ പിന്നെ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത്? എങ്ങനെയാണ് കുഞ്ഞിനെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ ഈ 2004 ഒരു കൊച്ചി പെരുന്നാൾ തലയ്ക്കുന്ന ദിവസം മോളിവിടെ വന്നായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ, 2024 ഞാൻ ചോദിച്ചു മോളെ, നീ എന്താണ് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കാലൊക്കെ ആടി ഇങ്ങനെ വല്ലാതെ ഒരു ഇതിൽ വരുന്നു? ഒന്നുമില്ല വാപ്പച്ചി എന്ന് പറഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞ മോളൊരു കാര്യം ചെയ്യും, നാളെ മറ്റന്നാൾ പെരുന്നാളാണ്, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് മോളെ ഞാൻ അങ്ങോട്ടാക്കാം, നമുക്ക് പോണാൻ പോയി എന്ന് പറയുമ്പോൾ ശരി വാപ്പ എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന അവളെ ഇവൻ ഫോൺ ചെയ്ത് വിളിച്ച് നീ ഇവിടെ വന്നില്ല, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും.
അതിന് മുമ്പ് ഇവിടെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവം നീ നിന്റെ വീട്ടിൽ അറിയിക്കുകയോ വേറെ എവിടെയെങ്കിലും അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നിന്റെ സഹോദരനെ ഞാൻ വണ്ടി കയറ്റി ഇറങ്ങിക്കൊണ്ടു, നിന്റെ ഉമ്മായെ ഞാൻ വണ്ടി കയറ്റി ഇറങ്ങിക്കൊണ്ടു, നിന്റെ വാപ്പായെ ഞാൻ വണ്ടി കയറ്റി ഇറങ്ങിക്കൊണ്ടു എന്ന് ഇവളെ പറഞ്ഞ് ഇവളെ മനസ്സിനെ ഭീതിപ്പെടുത്തി. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും നമ്മളത് പറയാറില്ല. ഇവളെ അടിക്കുന്നെന്നോ ഇവളെ അടിച്ചെന്നോ ഒന്നും ഇവള് പറയാറില്ല. പിന്നെ അതിനുശേഷം പെരുന്നാളിന് വന്നല്ലോ. ഞാൻ പറഞ്ഞു ശരി മോളെ നീ ഒരു കാര്യം ചെയ്യും എന്ന് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇവള് ഫോൺ ചെയ്ത് വിളിച്ച് ഇവളെ അങ്ങനെ ചെയ്ത് കളയും തട്ടിക്കളയും, അത് ചെയ്യും ഇത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചു. അങ്ങനെ ഇവിടെ പറഞ്ഞു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നപ്പോൾ, കാരണം ഇവര് സ്വയം വീട്ടിൽ ഇവർ താമസിക്കില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അങ്ങനെ മോള് പോയിട്ട് പിറ്റേന്ന് വരാന്ന് പറഞ്ഞ മോളെ കാണുന്നില്ല, പെരുന്നാളിനും കാണുന്നില്ല. അതിന്റെ പിറ്റേന്ന് ഞാൻ ഇങ്ങനെ സുബൈ നമസ്കരിച്ച പള്ളിയിൽ പോയി സുബൈ നമസ്കരിച്ചിരുന്ന സമയത്ത് എനിക്കെന്തോ ഒരു ഇത് തോന്നി, എൻ്റെ മോളെ നീ കാണും എന്ന് പറഞ്ഞ് ഞാൻ നേരെ നമസ്കാരം കഴിഞ്ഞ് നേരെ അവിടെ പോയി പനകൂടി. അവിടെയാണ് വാടകയ്ക്ക് എടുത്ത്. ഇവർ സ്വന്തം വീട്ടിൽ അവർ താമസിക്കില്ല. ഇവർ 2 നില വീടൊക്കെ എടുത്തിട്ട് ആഡംബരമായിട്ട് ജനങ്ങളെ കാണിപ്പിക്കാനും ഈ പെൺകുട്ടികളെ വളയ്ക്കാനും ഉള്ള ഏർപ്പാടിലാണ് ഇവരിത് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ മോളെ വിളിച്ചപ്പം വല്ലാത്ത ഒരു സൗണ്ടിൽ ഒരു വിളി കേട്ടു. അങ്ങനെ പെട്ടെന്ന് കുറവുള്ള കഥ ഇങ്ങനെ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എന്ന് വെച്ചാൽ കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്ന് കഥ തുറക്കുന്നത്. തുറന്നുള്ള തന്നെ ഞാൻ നോക്കിയപ്പോൾ ബ്ലഡൊക്കെ ഇങ്ങനെ മൂങ്ങിക്കൂടെ ഉരിച്ച് ഇങ്ങനെ മോന്റെയൊക്കെ ഈ വർണ്ണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്ത് മോളെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് പാപ്പ എന്നെ ഇവരെ അടിച്ച് എന്നെ ഇന്നലെ അടി തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവർ രാവിലെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. കഥ അടച്ച് എല്ലാം ചെയ്തിട്ട് അവർ രാവിലെ ഒക്കെ പറഞ്ഞു. എനിക്ക് ഇന്നലെ ആഹാരങ്ങളോ ഒന്നും തന്നില്ല, എന്നെ മർദ്ദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ വാങ്ങി പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്ന് പാലോട് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് എക്സ്റേ എടുത്തപ്പോൾ മൂക്കിന് പൊട്ടൽ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കലിൽ ചെന്നുടനെ എന്നെ അവർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തു. MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ പറഞ്ഞ് ഇതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ബാക്കിൽ പ്രശ്നമുണ്ട്, ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു ആരംഭമുണ്ട്, അതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ തള്ളയും മോനും കൂടി അവിടെ വന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങൾ എന്നെ തടയാണെങ്കിൽ പ്രാവി നീ അടുത്തേക്ക് മരത്തില്ല എന്ന് പറഞ്ഞ് പ്രാവി. എന്ത് പറഞ്ഞിട്ടാ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നത്? മാത്രത്തിന്റെ 4 വീടാണ് എനിക്കുള്ള, അത് വേണമെന്ന് പറഞ്ഞാണ് എന്നെ ഉപദ്രവിക്കണം. പിന്നെ ഒരു ഡ്രൈവറ് ഫ്രണ്ടിൽ ഇരിക്കണ്ടിട്ടുണ്ട്. ആ ഡ്രൈവില് എൻ്റെ ഉമ്മയും ബാബയും കൊണ്ട് എന്നാണ് പറഞ്ഞ. കളഞ്ഞിട്ട് ഞാനും നീയും നിന്റെ ഉമ്മയും എന്താണ് ഞാനും നീയും ആണിയത്തെ ആശീർവായി 2 പിള്ളേരൊക്കെ പിന്നെ അമ്മയും കൂടെ അവള് താമസിക്കുന്ന പറഞ്ഞു. ഈ വീട്ടിലോ? പിന്നെ ഈ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങി കൊടുത്തിട്ട് ഇല്ല ചായക്കിൽ പോയി കിടന്നുകൊള്ളണം. അവനും അവന്റെ ഉമ്മാക്കും അവന്റെ സഹോദരിക്കും അവന്റെ സഹോദരിന്റെ 2 മക്കൾക്കും ആമിനാക്കും കൂടെ ഇവിടെ താമസിക്കണമെന്ന് അവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് അടി കൊടുക്കുന്നത്, തലയിൽ അടിക്കുന്നത്, വയറ്റിന് ചവിട്ടുന്നത്. എന്തോ ഒരു ദ്രോഹമായിരുന്നു ഈ മോള്, എന്തോ ഒരു ദ്രോഹമായിരുന്നു ഈ മോള്. ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ട് പോയതിന്റെ തലയ്ക്കുന്ന ദിവസം മോള് നമ്മുടെ അടുത്ത് പറയുകയാണ്, പാപ്പ എന്റെ കാലിലടിച്ചിട്ട് കയറെടുക്കാൻ പറഞ്ഞു. എന്റെ കാലിൽ 2 അടിച്ച് ഇതാക്കിയിട്ട് എനിക്ക് പറഞ്ഞു കയറെടുക്കാൻ പറഞ്ഞു. ഞാൻ കയറെടുത്തിട്ട് പറഞ്ഞ് ഫാനിൽ കെട്ടാൻ പറഞ്ഞു. ഫാനിൽ കെട്ടാൻ പറഞ്ഞു.
അപ്പൊ എനിക്ക് കയറാൻ പറ്റുന്നില്ല, കസേര അവർ എന്നെ എടുത്തിട്ട് നിന്ന് കസേര മേടെ കയറിയിട്ട് നീ വാനിൽ കിട്ടാൻ പറഞ്ഞു. കെട്ടിയിട്ട് നീ തൂങ്ങണം, ഞങ്ങള് വീഡിയോ എടുത്തോളൂ, നീ സ്വന്തമായിട്ട് കയറി തൂങ്ങിയതാണെന്ന് ഞങ്ങൾ പലർക്കും വീഡിയോ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അഷ്കർ പറഞ്ഞെന്ന് അവന്റെ കാലിലൊക്കെ അടി കിടക്കുകയാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ കാലിലൊക്കെ മുറിവ് അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു, അതാണ് ഇപ്പോഴും വേണ്ട, പിന്നെ മതിയെന്ന്. ഇതൊക്കെ മോൾ അന്ന് വ്യക്തമായിട്ട് നമ്മളത് പറയുകയായിരുന്നു, അന്ന് സംസാരിക്കാൻ എല്ലാം വ്യക്തമായിട്ട് അറിയായിരുന്നു. ഇതെല്ലാം നമ്മൾ അന്നാണ് ഈ കാര്യങ്ങളെല്ലാം അത്രയും ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. മോളെ എങ്ങനെയാണ് അയാൾ ഉപദ്രവിച്ചിരുന്നത്? എന്റെ നാട് പല പ്രാവശ്യം പിടിച്ച് അടിക്കും, കയ്യും കാലുമൊക്കെ വയ്ക്കും. പിന്നെ മോണ്ടിപ്പെട്ട് അതാണ് തയ്ക്കാൻ പറ്റാത്ത മോണ്ടിപ്പെട്ട് വലിച്ച് കൊണ്ടുറമ്പിലടയ്ക്കും. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുമ്പോ പേടിയായിരുന്നില്ല അയാളെ കൂടെ ജീവിക്കാൻ? അപ്പൊ എന്താ അമ്മയോടൊന്നും പറയാഞ്ഞത് ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന്? അമ്മയുള്ള കാര്യം പറഞ്ഞ അവൻ തന്നെയാണ് പറഞ്ഞത് കൊണ്ടുവന്ന്. ആരോടെങ്കിലും പറഞ്ഞാ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നല്ലേ? അപ്പം ആ പേടി കൊണ്ടാണ് കുഞ്ഞാരോടൊന്നും പറയാഞ്ഞത്? ആരോടെങ്കിലും പറഞ്ഞ കുന്നുകളയും വേണ്ടി ഞാൻ എന്താ നോക്കി ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞു. ഇയാളുടെ ഉമ്മയും സഹോദരി ഇതുപോലെ തന്നെയായിരുന്നോ കുഞ്ഞിനോട്? എന്റെ സർട്ടിഫിക്കറ്റില്ല, അനുമാനിക്കാൻ സഹോദരിയുടെ അനുമാനിക്കാത്ത വേണ്ട ഇന്നും പറഞ്ഞു ഞാൻ കാണും എന്നാണ് ഇയാള് സർട്ടിഫിക്കറ്റ് നിന്നോട് സർട്ടിഫിക്കറ്റ് അത് പന്നി അങ്ങനെ കാണണ്ട, കണ്ണു വല്ല കണ്ട എന്നൊക്കെ അയാള് എന്നോട് പറഞ്ഞു. പേടി കൊണ്ടാണ് അപ്പൊ ആമിനെയൊന്നും പറയാതെ മനസ്സിലായ. പിന്നെ ഇവളെ നിരന്തരം ഉപദ്രവിച്ച് ഇവള് സർട്ടിഫിക്കറ്റ് ചോദിക്കും 10ാം ക്ലാസ്സിലെ. നീ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നീ പഠിച്ചിപ്പോ അങ്ങനെ വിലസണ്ട, നിന്നെ അതിന് ഞാൻ വിടൂല എന്നും പറഞ്ഞ് ഇവളെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെയാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ആമിനായും അവനും കൂടെയാണ് വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴ് മെമ്പറെ ഇവര് തന്നെ വിളിച്ചു വരുത്തി മെമ്പറെ സാക്ഷി നിർത്തിയാണ് മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ, പിന്നെ പാസ്ബുക്കൊക്കെ അവിടെ ചെന്ന് ഇവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് 3-4 ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച്, പ്രൈവറ്റ് ബാങ്കിൽ നിന്ന്. കാരണം പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചെങ്കിൽ എൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്തൊക്കെ ലോണൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ എൻ്റെ മോളങ്ങ് അവശതയായി, അടികൊണ്ട് അവശത നിലയിലായി. അപ്പോഴത്തേക്കും ഇവളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. വാപ്പ അവിടെ പോയി കൊച്ചിനെ കൊണ്ടുവന്നിട്ട് നേരെ പാലോട്ട് കൊണ്ടുപോയി, അവിടെ നിന്ന് മെഡിക്കലിൽ കൊണ്ടുപോയി, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3ന്റെ അന്ന് കൊച്ചിന് ഓപ്പറേഷനും കഴിഞ്ഞു. അപ്പോഴത്തേക്കും പിന്നും ഇവർ നിരന്തരം ഈ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. മോളപ്പോഴും വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. നമ്മൾക്കപ്പോഴും എൻ്റെ മോനും മരിച്ച് മോളും ഈ അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് പോലും ഞങ്ങളെ മാനസികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഈ പറയുന്നത് പോലെ ഉമ്മ ഇന്നിപ്പോ മകന്റെ ആണ്ടാണ്, എന്റെ മോന്റെ
അതായത് 2 വർഷം തികയും. ഈ അഷ്കറിന്റെ ക്രൂരത കാരണം മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ചികിത്സ തുടരുന്ന സമയത്താണ് മകൻ മരിക്കുന്നത്. അയാളുടെ ഒരൊറ്റ ആളുടെ പേര് കാരണം ഇപ്പൊ 3 ജീവനുകളാണ് ഇത്തരത്തിൽ ഒരാശങ്കയിലായിട്ട് നിൽക്കുന്നത്. 2 പേരും മരണപ്പെട്ടു. ആമിനെയാണെങ്കിൽ ഇത്തരത്തിൽ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഈ ഒരു ക്രൂരത അമ്മ എപ്പോഴും ആദ്യം അറിയുന്നത്? ഇവനെ കണ്ടപ്പോഴേ എനിക്ക് ഇവനത്ര ശരിയൊന്നും എനിക്ക് തോന്നിയില്ല. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിവിടെ വാപ്പാരോടെ പറഞ്ഞ് ആമിനാരോടെ പറഞ്ഞ്. അപ്പൊ ഇവിടെ 3-4 പേര് വരികയാണ് പെണ്ണ് കാണാനായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ച്, എല്ലാരും ഒരേ പ്രായക്കാരെ പോലെ ഇരിക്കുന്നു, ഇതിലാരാണ് ചെറുക്കനെന്ന് ചോദിച്ചപ്പോ അവൻ അതുപോലെ അവിടെ ഇരിക്കുകയാണ്. ഇത് ഞാനാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാനൊരു കളവ് പറയേ ഒരു ഗണിച്ചെടുക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് ഇവനാളത്ര ശരിയല്ല എന്നെൻ്റെ മനസ്സിൽ അപ്പോഴേ തോന്നി. ഞാൻ വാപ്പാരെ കൂടെയും പറഞ്ഞു, നമുക്ക് ഈ ബന്ധം പറ്റിയതല്ല, അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 22 വയസ്സാവട്ടെ, അന്നേരം നമുക്ക് നോക്കാം. ബുദ്ധിയുള്ള വ്യക്തികളാണെങ്കിൽ പിന്നെ ഇവർ വരുമോ കല്യാണം ആലോചിച്ച്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചപ്പോൾ വീണ്ടും ഈ കുട്ടിയെ അതിക്രമത്തിനായിട്ട് സ്കൂളിൽ പോയി തുടങ്ങി. കാരണം അവനൊരു വാശിയാണ്. ഇങ്ങനെയുള്ള വാശിയുള്ള ഈ ക്രൂര മനസ്സുള്ളവരെ കൂടെ ആരെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പിള്ളേരെ വളച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇവരെ പ്രായത്തിന്റെ ഇതുകൊണ്ട് ആ സമയത്ത് അവരൊന്നും ചിന്തിക്കൂല. ഉമ്മായും ബാപ്പായും 18 വയസ്സ് വരെ അവർ വളർത്തിയതാണ്, നമ്മളെ നല്ല നിലയ്ക്ക് വളർത്തിയതാണ് എന്നൊന്നും ചിന്തിക്കാതെ ഇന്നലെ കണ്ടാൽ ഒരുത്തനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് പറ്റുന്നതെല്ലാം ഇതേ അവസ്ഥയാണ്. മാതാപിതാക്കളെ പറയുന്ന വാക്ക് കേൾക്കാതെ പോകുന്ന കുട്ടികൾക്ക്. ഇത് ഈ കാണുന്ന ഫോട്ടോ ആണ് ഉമ്മ 2 പേരും? എൻ്റെ മോനും മോളുമാണ്. എൻ്റെ മോന് ഇന്ന് 2 വർഷം തികയാണ്. ഞങ്ങളെ ഉള്ളിൽ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാമോ, ഒരു ദിവസം പോലും ഈ 2 മക്കളെ ഓർത്ത് കണ്ണുനീര് വീഴാത്ത ദിവസമില്ല. നമ്മൾ അറിയാതെ എത്ര കരയണ്ടെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മളെ കണ്ണീന്ന് കണ്ണുനീര് വന്നു പോവുകയാണ്. അതാണ് ഇന്ന് നമ്മളെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന ആമിനെയാണ് ഇപ്പൊ ഇത്രയും പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരുന്ന ഒരു മോളാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ കുട്ടിയെ കണ്ടിട്ട്? അപ്പൊ ഉമ്മ എപ്പോഴാ ഇങ്ങനെ ഇയാളൊരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവള് ഞങ്ങളോട് പറയുന്നില്ലല്ലോ. അയൽവക്കക്കാർ വിളി കേൾക്കുമ്പോഴാണ് അവര് പറയുന്നത് അവിടെ ഭയങ്കര ദേഹോപദ്രവം നടക്കുകയാണ് ഈ കുട്ടിക്ക്. വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിട്ടാണ് അവിടെ. അയൽവക്കക്കാരുമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല, ആരോടും മിണ്ടാൻ സമ്മതിക്കൂല. അതുകൊണ്ട് അയൽവക്കക്കാർ അവനെ പേടിച്ച് അവൻ ചീത്ത വിളിക്കും. ഇവര് ഈ 3 പേര് ഇതാണ് ലക്ഷ്യം. കാരണം ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞാണ് അവരെ തളർത്തി കളയുന്നത്. അവരെ ചീത്തയിൽ പിന്നെ ആർക്കും നല്ലവരായ ഒരു മനുഷ്യനും പിന്നെ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. അതാണ് ഇവരെ ഒരു ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുകയാണ്. എൻ്റെ ഈ മോള് വെന്റിലേറ്ററിൽ, എൻ്റെ മോൻ മരിച്ച് ആ സമയത്ത് ഇവന് അതിന് മുമ്പ് ഇവർക്ക് 50,000 രൂപയും ഞാൻ 5 പവന്റെ ഉരുപ്പടിയും വാങ്ങിച്ചു വെച്ചിരുന്നു. ഇവക്ക് എൻ്റെ ഈ വീടും പെരേടവും പൂവണയ ബാങ്കിൽ പണയം വെച്ച് ഇവളെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പൈസ ഇരുന്ന പെട്ടെന്ന് തീർന്നു പോകുമല്ലോ എന്ന് വെച്ച് 5 പവന്റെ ഉരുപ്പടി വാങ്ങിച്ച് 10 പവൻ ജ്വല്ലറിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു. CR ജ്വല്ലറിയിലാണ് ഞാൻ പറഞ്ഞ കല്യാണത്തിന്റെ തലേ ദിവസം 10 പവന്റെ ഉരുപ്പടിയും കൂടെ വാങ്ങിക്കാന്ന്. 50,000 രൂപയും അവന് കൊടുത്ത്. ആ രൂപ കൊടുക്കാൻ കാരണം ഈ മോള് ഞങ്ങളോട് പറഞ്ഞ്, ഉമ്മച്ചി ഇക്കാടെ വണ്ടി വിൽക്കാൻ പോകുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്, അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാനുള്ളതല്ലേ അത്. അപ്പൊ അത് ആമിനാരെ കല്യാണത്തിന് വേണ്ടി. അന്ന് ആമിനായ പെണ്ണ് ചോദിച്ചു വന്നപ്പോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയില്ലേ. വിളിച്ചിറക്കിക്കൊണ്ട് പോയതിന് ശേഷം 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പാപ്പനങ്ങോട്ട് ജമാഅത്ത് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തി കൊടുക്കണം. നമ്മളെ മതപരമായ കാര്യം ഞങ്ങൾക്ക് നടത്തി കൊടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ അത് ഏറ്റവും ഒരു ചോദ്യമുള്ള കാര്യമാണ്. അത് അറിവുള്ളവർക്ക് അതറിയാം. അപ്പൊ നമ്മളത് നടത്തി കൊടുത്താലേ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ഉമ്മായും പാപ്പായും നാളെ റബ്ബ് ശിക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങള് നിക്കാഹ് നടത്തി
നടത്തി കൊടുക്കാന്നും പറഞ്ഞ് നിക്കാഹ് നടത്തി കൊടുത്ത് ഇവിടെ പള്ളിയിൽ വെച്ച് പാപ്പനം കൂടി ജമാഅത്ത് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തി കൊടുത്ത്. എന്നിട്ട് പോലും ഈ ഇരിക്കുന്ന മോള് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു മോളെ നീ വാ, നിനക്ക് സ്വർണം തരാൻ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന. ഈ മോള് വന്നിട്ടില്ല. അപ്പോഴെപ്പോഴും ഭീഷണിയായിരിക്കും, അതുകൊണ്ടാണല്ലോ വരാത്തത്. ആ നിക്കാഹ് കഴിഞ്ഞതിന്റെ അന്ന് അവന്റെ വീട്ടില് ഭയങ്കരമായ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഈ ഫംഗ്ഷന് ലെറ്റർ അടിച്ചത് എങ്ങനെയാണ്, ഉമ്മായും വാപ്പായും മരിച്ചു പോയി ഒരു യത്തീം കുട്ടിയെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നത്, അതിന്റെ റിസപ്ഷൻ എന്നും പറഞ്ഞാണ് നാട്ടുകാരോട് ലെറ്റർ കൊടുത്ത് കല്യാണം വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടും മരണപ്പെട്ടു പോയി, ഇവക്ക് ആരുമില്ല എന്നും പറഞ്ഞു. അന്ന് ആ റിസപ്ഷന്റെ അന്ന് രാത്രിയിൽ ഇങ്ങനെ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പൈസകളൊക്കെ ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്ന ആ സ്ത്രീ പിടിച്ചു പറിച്ചോണ്ട് പോവുകയാണെന്ന്. പിടിച്ചു പറിച്ചോണ്ട് പോയിട്ട് രാത്രി ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അവിടെ ഭയങ്കരമായ വഴക്കായിരുന്നെന്ന്. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അന്നത്തെ ദിവസം ആ സ്ത്രീ ഒരു ഉമ്മയാണ്. ആ കുട്ടികളെ നിക്കാഹ് കഴിഞ്ഞ ദിവസമായിരുന്നെന്ന്. ആ വീട്ടിൽ അവര് ആ രാത്രിയിൽ കിടന്നുറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ആ സ്ത്രീയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലാണ് അന്ന് അവര് കിടന്നുറങ്ങിയത്. അന്ന് രാത്രിയിൽ ആ വഴക്ക് നടക്കുന്ന സമയത്ത് ആമിന പോലീസിനെ വിളിച്ച് പോലീസ് വന്നാണ് അവിടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ പോലീസ് പറഞ്ഞു വിട്ടത്. എന്തായിരുന്നു അന്ന് പ്രശ്നം? അന്ന് ഭയങ്കര അടിയും വഴക്കും ഒക്കെ ആയിരുന്നു ആ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത്, പൈസക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഇവരെ കുടുംബം. ഇത് നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ കുടുംബം ഇങ്ങനെയാണോ? ഇവര് പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തികളല്ലേ? ഇന്ന് ഈ സ്ത്രീയുടെ വീഡിയോ ഞങ്ങൾ കണ്ട് ആ സ്ത്രീ പറയുന്നു, അയൽവക്കക്കാര് പറയുമായിരുന്നു ആമിനായെ അടിക്കും എന്നുള്ളത്. അപ്പൊ ഈ സ്ത്രീ അറിയാതെയാണ് ആമിനായെ അടിക്കുന്നത്. ഇവര് 3 പേരും കൂടിയല്ലേ ഇത്രയും ദ്രോഹിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കള്ളത്തരം പറയുന്നത് എന്തിന്? എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് വല്ലത്തിനും പറ്റുമോ? ഈ 3 പേരെ കൈപിടിക്കാൻ പറ്റുമോ? അപ്പൊ ആ സ്ത്രീ പറയുന്നത് കേട്ടില്ലേ, ആമിനെ മണ്ണെണ്ണ ഒഴിച്ച് ദേഹത്ത് തീ കൊളുത്താൻ ഒരുങ്ങിയെന്ന്. ഈ സ്ത്രീ എന്ന് പറയുന്നത് അയൽപക്കക്കാരായാലും നാട്ടുകാരായാലും എന്തെങ്കിലും തെറ്റ് കണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയ അപ്പോഴാ സ്ത്രീ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വലിച്ചു കീറിയിട്ട് അപ്പോഴേ പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത്. എന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത ഡ്രസ്സങ്ങ് വലിച്ചു കീറുകയാണ് ചെയ്യുന്ന ആ സ്ത്രീ. അങ്ങനെയുള്ളവരെ നമ്മൾ എന്താണ് വാക്ക് പറയാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാൽ. ആമിന, ഈ ഉമ്മ പറയുന്നത് അഷ്കറിന്റെ ഉമ്മയ്ക്കും സഹോദരിക്കൊന്നും ആമിനയെ ഉപദ്രവിക്കുന്നത് അറിയില്ലായിരുന്നു എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിലും അവരതാണ് പറയുന്നത്. കള്ളത്തരം പറയുന്നത്. ദ്രോഹം ചെയ്യുന്ന അവരും കൂടെ അടിക്കുന്നത് ഈ കുട്ടിയെ. പച്ചക്കള്ളമാണ് അവര് പറയുന്ന പച്ചക്കള്ളം. എന്റെ ബന്ധിപ്പിക്കുമ്പോ ആദ്യം വരുന്നത് തന്നെ അവരാണ്. പിന്നെ ഓൾറെഡി ഉണ്ടാക്കി മോന് കൊടുത്തത് അവൻ കളിച്ചില്ലെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരുന്ന അതരെ ഓൾറെഡി എന്റെ കളഞ്ഞ് അവന് നെയ്യാണോ ഈ പറഞ്ഞ മനസ്സിലായ? ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നു, ഉറട്ടി ഉണ്ടാക്കി വെച്ചെന്ന്. ഇവള് ഈ വീട്ടിൽ എന്നും വരും, എന്നും വന്ന് ഈ കുട്ടികൾക്ക് ഇവക്ക് സ്വസ്ഥത കൊടുക്കൂല. അവനെന്ന് വെച്ചാ അതിക്രൂരനായ ഒരുത്തൻ. അവന്റെ കൂടെ ഈ തള്ളയും ചേർന്ന് ഈ സഹോദരിയും ചേർന്ന് ഈ ക്രൂരത കാണിക്കുന്നത്. അന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് എൻ്റെ മോന് കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പോലും കഴിക്കാൻ സമ്മതിക്കാതെ ആ ഭക്ഷണം എടുത്ത് കളഞ്ഞ സ്ത്രീയാണെന്ന്. അപ്പൊ എങ്ങനെയുണ്ട് ആ സ്ത്രീ? ഈ കളവല്ലേ പറയുന്നത് ഈ മീഡിയക്കാരോട് ആ സ്ത്രീ? ഈ സ്ത്രീയൊക്കെ രംഗത്ത് കൊണ്ടുവരണം. ഇത് രംഗത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ മീഡിയക്കാരോട് ഇവര് ഈ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഇവിടെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു 1.5 വയസ്സുകാരൻ്റെ മരണമാണ്. 91 മുറിവ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എന്താ അമ്മ തോന്നുന്നത്? സ്വന്തം മോൾ ഇങ്ങനെ ഇരിക്കുവാണ്. കേൾക്കുമ്പോൾ എൻ്റെ ഒരു പൊന്നുമോ മരിച്ച് 16 വയസ്സായി. അപ്പൊ ഈ 1.5 വയസ്സായ മോൻ മരിച്ചപ്പോഴേ ഞങ്ങളെ ഹൃദയം അതിനേക്കാളും പിടയ്ക്കുകയാണ്. അവനെ ഒന്ന് സംസാരിക്കാനോ
അവനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും ആക്ഷനായിട്ട് കാണിക്കാനോ പോലും അറിഞ്ഞൂടാത്ത ഒരു പൊടി പാലവനെ ആ സ്ത്രീ തന്നെ പറയുന്നില്ലേ, മോൻ കമ്പെടുത്തടിക്കും, കമ്പെടുത്തടിക്കുമായിരുന്നു, കൈകൊണ്ടടിക്കുമായിരുന്നു. ഈ സ്ത്രീക്ക് ലജ്ജയില്ലേ ഈ മോനെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട്? ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു സ്വന്തം അമ്മ മോനെ ന്യായീകരിക്കുകയാണ് ചെയ്യാനുള്ളത്? എന്തുമാത്രം ദുഷ്ടരായതുകൊണ്ടാണ് ഈ തള്ളയും ഈ സഹോദരിയും ഈ മോനും ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചോളണം, ആ പൊടി പാലവന്, അവന് സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത, അവനൊന്ന് പറയാൻ അറിഞ്ഞൂടാത്ത, അവനൊരു ആക്ഷൻ പോലും കാണിക്കാൻ അറിഞ്ഞൂടാത്ത ഒരു പൊടി പാലവൻ എൻ്റെ മോൻ മരിച്ചിട്ട് എനിക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പം. അപ്പം ഇതും കൂടെ ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോഴേ ഞാനൊന്ന് ചിന്തിക്കുകയാണ്, ഈ കുട്ടിയെ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഞങ്ങൾ വളർത്തിയ എൻ്റെ മുഹമ്മദിനെ പോലെ ഞങ്ങൾ നല്ല രീതിയിൽ വളർത്തി അവരെ വലുതാക്കി ഞങ്ങൾ സംരക്ഷിച്ചനെ. എൻ്റെ മോന് പകരം ഞാൻ നോക്കിയതിനെയല്ല ആ കുട്ടിയെ ഇവളുമാർ ആർക്കെങ്കിലും തന്നവിടാത്ത ഞങ്ങളിപ്പോഴല്ലേ അറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ. നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സ്ത്രീകളല്ലേ മറ്റുള്ള അമ്മമാർക്ക് ഒരു അപമാനമാവുന്നത്. ഇവളുമാരെ ലോകത്ത് വെച്ചിരുന്നൂടാ. കാരണം എത്രയോ കുട്ടികൾക്ക് വേണ്ടി അമ്മമാര് കണ്ണുനീരൊഴുക്കുന്നു, എത്രയോ കാലങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞുമുഖം കാണാനായിട്ട്. അങ്ങനെയുള്ളവർക്കെങ്കിലും കൊടുക്കാത്ത എന്ത് ഈ ദ്രോഹം കാണിക്കാതെ? അപ്പൊ ഇവള് പോയിട്ടുള്ളത് ഇവനെ കൊണ്ട് ഈ കുട്ടിയെ കൊല്ലാകൊല ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവക്ക് ഇതിലൊരു പങ്കില്ല എന്ന് വരുത്തി തീർക്കാനായിരിക്കാം ഇവള് ഈ ഡാൻസിനെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞു പോയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവുന്നത് അതങ്ങനെയാണ്. ഇതൊക്കെ അറിയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചാണ് അറിയുന്നത്. ഹോസ്പിറ്റലിൽ വെച്ചാണ് രാത്രി 12-1 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഉറക്കമില്ല, ഈ മോളും ഉറങ്ങൂല, ഞാനും ഉറങ്ങൂല. അങ്ങനെ കണ്ണിലൊന്നും ഉറങ്ങാനുള്ളൊരു കണ്ണിലൊരു മയക്കം പിടിച്ചപ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. എൻ്റെ താത്താടെ മോള് വിളിച്ച് പറയുന്നു, കുഞ്ഞുമ്മ ഇങ്ങനെ നമ്മൾ ടി വിയിലൊരു ന്യൂസ് കണ്ട് അവൻ തന്നെയാണെന്നൊരു വ്യക്തത ഇല്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് എന്നോട് പറഞ്ഞ് വ്യക്തമായിട്ട് ഞാനത് കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. ഞാൻ ഇവൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അവൻ ആ ദുഷ്ടനാണ് ആ നിൽക്കുന്നതെന്ന് പറഞ്ഞ്. ഇവനെ എന്തിനാണ് ആൾക്കാർ ന്യായീകരിക്കുന്നത്? ഈ ലോകത്ത് കിട്ടാനുള്ള ശിക്ഷ ഈ ലോകത്ത് കൊടുക്കണം, പരലോകത്ത് കിട്ടാനുള്ളത് പടച്ച തമ്പുരാൻ കൊടുത്തോളും. അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഈ ലോകത്തുള്ള മനുഷ്യരെ അറിയണം ഈ ദുഷ്ടൻ എന്തായിരുന്നെന്ന്. ഈ ദുഷ്ടനെയും ഈ ഗൾഫിൽ ഒരു നസീർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാ 20 വർഷം കിടന്നത്. ആ വ്യക്തിയെ സാമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതെന്ന് വെച്ചാൽ നിരപരാധിയാണ്. നമ്മൾ മീഡിയയിലൊന്ന് കണ്ടതാണ്, ഒരു വ്യക്തി ഇവന് വേണ്ടിയിട്ട് സൈഡ് പറയുന്നു. ഒരിക്കലത്തേക്ക് മാപ്പ് കൊടുക്കണം. എന്തിനു മാപ്പ് കൊടുക്കണം ഈ ദുഷ്ടത്തരം കാണിച്ചവന്? അതായത് ഈ റഹീമിന്റെ ഇതാണ് പറഞ്ഞത്. റഹീം എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം കൊന്നതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. നിരപരാധിയാണ് ആ വ്യക്തി. ആ വ്യക്തിയെയും ഈ അഷ്കർ എന്ന കൊലയാളികളെ സാമ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അത് പടച്ചവന്റെ അർശിലുള്ളതാണ്. ആ വ്യക്തി കൊല ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് റബ്ബ് ആ റഹീം എന്ന് പറയുന്ന ആ മനുഷ്യന് അള്ളാഹു മോചന ഈ ദുനിയാവിൽ തന്നെ കൊടുത്തത്. ആ വ്യക്തി ഒരു ക്രൂരനാണെങ്കിൽ ഒരിക്കലും ശിക്ഷ കിട്ടാതിരിക്കൂലായിരുന്നു. നമ്മൾ അതല്ലേ മനസ്സിലാക്കാനുള്ളത്? നമ്മൾ ഇതിൽ നിന്ന് അതല്ലേ മനസ്സിലാക്കാനോ? ആ റഹീം എന്ന വ്യക്തിയെയും ഈ അഷ്കർ എന്ന വ്യക്തിയെയും സാമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവൻ കൊടും ദുഷ്ടനാണ്. എൻ്റെ ഈ മോളെ ആ 1.5 വയസ്സായ മോനെ എങ്ങനെയൊക്കെയാണോ ആക്രമിച്ചിട്ടുള്ളത് അതുപോലെയാണ് ഈ 18 വയസ്സായ മോളെ ആക്രമിച്ചത്. ആ പൊന്നുമോന് 1.5 വയസ്സ്, അവന് പറയാൻ അറിഞ്ഞൂടാ. ഈ മോക്ക് 18 വയസ്സ്. ഇതിന് എല്ലാം പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അഷ്കർ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ചെയ്തത് സ്വത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ റീനയുടെ സ്വത്ത് അല്ലെങ്കിൽ അഖിലേക്ക് കൊടുക്കണം, അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോ ആമിനയെ കല്യാണം കഴിച്ച സമയത്ത് അങ്ങനെ എന്തെങ്കിലും സ്വത്തിനുള്ള ആവശ്യം? അത് തന്നെ തുടക്കത്തിലേ ഇതായിരുന്നു. സ്വർണവും പണവും ഈ വീടും പെരയിടവും ഇതായിരുന്നു അവരുടെ ടാർഗറ്റ്. അപ്പൊ അത് കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഇത്രമാത്രം ക്രൂരത അങ്ങ് തുടങ്ങിയത്. ഇവർ 3 പേരും കൂടെ. ഞാൻ ഒന്നും കൂടെ പറയാം. കാരണം പിന്നെ ആ പോയി
1 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ മോളെ മിക്സി ഓൺ ചെയ്ത് വെച്ചിട്ട് ആ സ്ത്രീ അവരെ വീട്ടിൽ, സഹോദരിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് മിക്സി ഓൺ, അന്ന് മോളെ അവിടെ വിളിച്ചു വരുത്തിയെന്ന് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞെന്ന്, മിക്സി ഓൺ ചെയ്തിട്ട് ഈ സ്ത്രീ ഈ ജാറിൽ ഇതെല്ലാം തേങ്ങയെല്ലാം ചിരകി ഇട്ടിട്ട്, അത് തന്നെ പറയുന്നത്, അതാണ്ട് വിരൽ കാണിക്കുന്നത്, ഈ വിരലാണ് മിക്സിയിൽ അരഞ്ഞു പോയി. പിന്നെ സർജറി ചെയ്താണ് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വിരലിങ്ങനെ വെച്ചിരിക്കുന്നത്. മിക്സിയിൽ കൈയിട്ടോ? കൈയിട്ടല്ല, അവര് ഓൺ ചെയ്തിട്ട് നീ ഇത് അരയെന്ന് പറഞ്ഞു. അപ്പൊ ഇവളിത് ഓൺ ചെയ്തതും ജാറ് തെറിച്ചങ്ങ് പെട്ടെന്ന് കൈ ഇട്ട് കൊടുത്തു. വിരള് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്തുമാത്രം ക്രൂരതകളാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ എന്റെ മോളെ കാലിന്റെ വണ്ണയിൽ തുറപ്പയ്ക്ക് അടിച്ചെന്നു. ആ സ്ത്രീ ഒരു പ്രസവിച്ച സ്ത്രീയാണോ? പല രീതിയിൽ നമ്മൾ അതാണ് ചോദിക്കുന്നത്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ ആ തള്ളയും ആ മോളും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിയെ പടച്ചവന്റെ മുമ്പിൽ ആ കുടുംബം രക്ഷപ്പെടൂല. ഒരു ഉമ്മാരെ ഒരു വാക്കാണത്. എൻ്റെ കണ്ണുനീരാണ്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, റബ്ബ് പടച്ച തമ്പുരാനാണ് നേരും നിറയും അറിയുന്നവൻ. എപ്പോഴായാലും സത്യത്തിന് സത്യത്തിൻ്റെതായ വില കൽപ്പിക്കും. ആ സത്യമാണ് ഇന്ന് ഈ മോൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ആ മോനെ കുരുതി കൊടുത്ത് വന്നിരിക്കുന്നത് തന്നെ. ആ മോൻ്റെത് കേൾക്കുമ്പോഴേ നമ്മൾ തകർന്നു പോവുകയാണ്. ഇന്ന് തന്നെ ഞാൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. എൻ്റെ മോൻ്റെ ആണ്ടാണെന്ന് 2 വർഷം തികയാണ്. നമ്മൾ നിൽക്കുന്നേ ഉള്ളൂ. ഈ വേദന നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഒരു തള്ളയുടെ ഒരു തന്തയുടെ വേദന എന്താണെന്നുള്ളത്. അതിൻ്റെ കൂടെയാണ് ഈ മോളും ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ മോളും ഇന്ന് ഇല്ലാതെ വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് എന്താണ് ജീവിതം? ഇതിനു വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ രാപകലില്ലാതെ ഞങ്ങൾ ഉറക്കൊഴിഞ്ഞിരുന്നാണ് എൻ്റെ മോളെ ഇത്രയൊക്കെ ഞങ്ങളാക്കിയെടുത്തത്. മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരിൽ നിന്നും ഒന്നും കൈപ്പറ്റാനല്ല. നമുക്ക് അവരെ വേണമെന്നുള്ളത് കൊണ്ട് നമ്മളെ മരണകാലം വരെയും മക്കൾ നമുക്കൊപ്പം വേണം. അവർക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഏതൊരു തള്ളയും തന്തയും ആഗ്രഹിക്കും. നല്ല പഠിക്കുന്ന മോളാണ്, നല്ല ഇൽമു പഠിച്ച ഒരു മോളാണ്. ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ അന്ന് വരെയും വെളുപ്പാങ്കാലത്ത് സുബഹി നമസ്കരിച്ച് പടച്ചനോട് തേടിക്കൊണ്ടിരുന്ന ഒരു മോളാണ്. ആ മോളാണ് നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇറങ്ങി പൊക്കളഞ്ഞത്. അന്ന് എൻ്റെ വീട് മരണ വീടായിരുന്നു, അറിയാമോ? ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപ്പയുടെ ശ്രദ്ധയിൽ വരുന്നത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണല്ലോ. ഉപ്പ നേരിട്ട് കാണുകയാണ് മോള് ചോരയിൽ കുളിച്ചു നിൽക്കുന്നത്. അന്ന് ചോദിച്ചിരുന്നില്ലേ, എന്താ എന്റെ മകൾ അവിടെ ആരുമില്ല, കൊച്ചിനെ ഉപദ്രവിച്ച് തലയൊക്കെ മുറിഞ്ഞിട്ടും അവരെ മൂക്കൊക്കെ പൊട്ടി ബ്ലഡ് ഒളിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ ചെല്ലുന്ന ബ്ലഡ് ഒളിച്ചുള്ള മരിക്കും. അന്ന് ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മനോജ് ഡോക്ടറോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. മനോജ് ഡോക്ടർ ഈ മോളോട് പറഞ്ഞു, പാലോട് ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെ പാലോട് ഹോസ്പിറ്റലിലെ ഡോക്ടർ വരെ പറഞ്ഞു ഈ മോളോട്, മോളെ നീ രക്ഷപ്പെട്ടു, അവൻ നല്ലവനല്ല എന്ന് വരെ ആ ഡോക്ടർ പറഞ്ഞിട്ട് പോലും ആ സമയത്തെങ്കിലും ഈ കുട്ടിയൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നു. അവൾ ഇഷ്ടപ്പെട്ട് പോയതാണല്ലോ, സ്വയാധീനമാണ്. അവര് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനാണ് നമ്മള് ആ സ്വർണ്ണം 5 പവന്റെ സ്വർണ്ണം എല്ലാം കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ ഇറങ്ങിപ്പോയ മോക്കാണ് ഞങ്ങൾ ഈ 5 പവന്റെ ഉരുപ്പടി കൊടുക്കുന്നത്. 5 പവന്റെ ഉരുപ്പടി പോയിട്ട് ഒരു തരി പോലും എന്റെ മോളെ ശരീരത്തില്ല. ആ കൊടുത്തതിന്റെ പിറ്റെന്ന് മാത്രം കണ്ട സാധനം പിന്നെ കണ്ടില്ല. അതെല്ലാം വെച്ചു. എന്നിട്ട് അവന്റെ കടങ്ങളൊക്കെ തീർന്നു. എങ്ങനെയാ അവന് കടം വന്നെന്ന് എന്തേ അറിയാമോ? കാട് ഭ്രാന്തല്ലാണ്. മിക്കും അങ്ങനെയാണ് കടം കയറി. വാങ്ങിക്കും, കൊടുക്കും, വീണ്ടും വാങ്ങിക്കും, അങ്ങനെയാണ് കടം കയറുന്നത്.
അതായത് ഇയാൾക്ക് പൈസ വേണം, പണം വേണം എന്നുള്ളതാണ് ഇതിനൊക്കെ. അത് അവരുടെ കുടുംബത്തോട് കൂടി അവരെന്ന് പറഞ്ഞാൽ നാട്ടു ജനങ്ങളുടെ പണമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് ഇതുപോലുള്ള കുട്ടികളെയാണ് ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നത്. ഉമ്മായും മോളും കൂടെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഇപ്പൊ അവിടെ മരണപ്പെട്ട കുട്ടിയുടെ കാരണം അതിന് ഈ അവിടെ ഉള്ള 4 ഈ കുട്ടിയുടെ അമ്മയും ഈ അഷ്കർ എന്ന് പറയുന്നവനും ഈ അഷ്കറിന്റെ ഉമ്മായും പെങ്ങളും ഒരേ തുല്യ പങ്കാളികളാണ്. അത് ഉറപ്പാണ്. ഈ പറയുന്നത് പോലെ കല്യാണ ദിവസമേ അവിടെ ചടങ്ങ് നടത്തിയ സമയത്ത് ഇങ്ങനെ ലെറ്ററിൽ അടിക്കുന്നു, ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരു ലത്തീൻ കുട്ടിയാന്ന് പറഞ്ഞടിക്കുന്നു. അപ്പൊ മോള് ചോദിച്ചില്ലേ എൻ്റെ ഉപ്പയും ഉമ്മയും ജീവനോടെ ഉണ്ടല്ലോ? എന്തെയ്യുമാണെന്ന് പറഞ്ഞതും ഞാനറിയലില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഉമ്മ പറഞ്ഞത്. മോളെ അപ്പൊ ഈ കത്ത് കാണിച്ചിട്ടില്ല? ഇല്ല, എന്നെ കണ്ടൊന്നും കളിക്കാതെ നടത്തിയത്. എന്തെങ്കിലും ഭക്ഷണമൊക്കെ തരാറുണ്ടായിരുന്നു അവിടെ നിന്ന്? ഭക്ഷണം തരാറില്ല. വേണമെങ്കിൽ വെച്ച് തന്നെയാണ്. ഓ റേഷൻ വേണമെങ്കിൽ വേപ്പിച്ചെന്നെ എന്ന് തന്നെ ഒന്നുമില്ലായിരുന്നു. അവിടുത്തെ ജോലികളൊക്കെ എടുപ്പിക്കായിരുന്നു. ഇങ്ങനെ അസുഖം കൊച്ചു വയ്യാതെ ഈ അടി കൊണ്ട് തളർന്ന് കിടക്കുമ്പോഴും ഇവന്റെ ജീൻസിന്റെ ഒരു 5-6 പാൻറ്റും 5-6 ഷർട്ടും ഒക്കെ പിറക്കാൻ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ്. അത് കഴുകി അവൻ രാവിലെ വണ്ടി ഓട്ടത്തിനൊന്നും പറഞ്ഞു പോവും. വരുന്നത് എപ്പോഴാണ്? പിറ്റേന്ന് 4 മണി 5 മണിക്ക്. ഇവൻ പോകുന്ന ആരോടെയാണ്? ഈ ഡാൻസുകാരി അനുവിൻ്റെ ഒക്കെ കൂടെയാണ് പോകുന്നത്. ഈ അനു എന്ന് പറയുന്ന അവളെ ഉണ്ടല്ലോ രംഗത്ത് കൊണ്ടുവരണം. അവളും എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അനു എന്ന് പറയുന്ന ഡാൻസുകാരി, ഒരു ഡാൻസുകാരി ഒരുത്തിയുണ്ട്. അവളാണ് ഈ പെൺപിള്ളേരെല്ലാം അവളാണ് ഈ പെൺപിള്ളേരെ കൂട്ടി കൊടുക്കുന്നത്. ഈ ഇവരെ കൂടെ ഉള്ളത് തന്നെയാണ് അവര്. ഈ അഷ്കർ എന്ന് പറയുന്ന അവന്റെ ഉമ്മാരെ അവന്റെ സഹോദരന്റെ ഏറ്റവും വലിയ ആളാണ്. ഇവളാണ് എല്ലായിടത്തും ഇവന്റെ കാര്യത്തിന് വേണ്ടി പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഇവളാണ് മുന്നിൽ നിൽക്കുന്നത്. അവളെ രംഗത്ത് കൊണ്ടുവരണം, അവളെയും കൊണ്ടുവരണം. ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ 6ഓളം പരാതികൾ ഉണ്ടായിട്ടും അതെങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ എന്താ സംഭവിച്ചത്? ഈ പോലീസുകാർ എന്ത് കേസ് എടുക്കാത്തത്? ഇവരെ പേരിൽ നമ്മൾ എത്ര പരാതി കൊടുത്തിട്ടും കേസ് എടുത്തിട്ടില്ല. ഇവര് ഫോണിൽ വിളിക്കുമ്പോ എന്താണ് പറയുന്നത് നമുക്കറിയാൻ പറ്റൂലില്ല. ഇവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വെളിയിൽ നിർത്തിയിട്ട് ഇവരുമായിട്ട് അരമണിക്കൂറോളം ഇവനുമായിട്ട് സംസാരിച്ച് ചിരിച്ച് രസിച്ചിട്ടാണ് പുറത്തിറക്കിയിട്ട് ഞങ്ങളെ ഒരുപക്ഷെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം ഇതെന്തൊരു കേസ് എന്നും പറഞ്ഞാണ് ഞങ്ങളെ വിടുന്നത്. ഇതാണ് ഒരു പോലീസ്, ഇതാണ് ഒരു നീതിപീഠം. മോളെ അടിച്ച് അപശ്യതയാക്കിയാണ് പോലീസിൽ പോയി പിന്നെ പെറ്റീഷൻ എല്ലാം എഴുതി കൊടുത്ത് മോളെ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. പാലോട് എല്ലാം പറയും നെടുമങ്ങാടാണ് അവൻ്റെ ഇത്, അവിടുത്തെ എല്ലാം നെടുമങ്ങാട് എല്ലാം ലാസ്റ്റ് അവർ പറയും അല്ല അത് അവിടെ അപ്പുറത്താണ് വെഞ്ഞാറമൂട്ടിലാണ് വരുന്നത് ആ കേസ്, വെഞ്ഞാറമൂട്ടിൽ കൊടുക്കണം. അങ്ങനെ വെഞ്ഞാറമൂട്ടിൽ ചെന്നാണ് ഈ കേസ് എഴുതി കൊടുത്തപ്പോൾ വെഞ്ഞാറമൂട്ടുകാർ പോലീസുകാർ നമ്മുടെ കൂടെ തന്നെ വന്നു. അവൻ ഇപ്പോഴും തന്നെ പൊയ്ക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ മോള് യവനുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു വാപ്പ ഇനി കേസൊന്നും വേണ്ട എന്ന്. കാരണം അവൻ കരഞ്ഞ് ഇവിടെ കാല് പിടിച്ച് എന്തോ പറഞ്ഞാണ്. പ്രതീക്ഷിച്ചുകൊണ്ടാണ് മോള് പിന്നെ വീണ്ടും അയാളോട് പോകുന്നത്. എന്നിട്ട് ഇയാൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അത് ചെന്ന് അന്ന് തന്നെ രാത്രി തന്നെ ഇയാളെ പിന്നും അടിക്കുകയാണ് ചെയ്യുന്നത്. ഇവന്റെ ഉമ്മായി നീ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയി അവരെയും വിളിച്ചോണ്ട് നീ പോലീസിൽ നീ കേസ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞ് അന്ന് ഈ തള്ളയും മോളും അഷ്കറും കൂടി കുട്ടിയെ അടിച്ചു. ഇവിടെ കൊണ്ടുപോയ നേരം തൊട്ട് കൊച്ചിനെ നേരെ അന്ന് കൊച്ചിനെ ഉപദ്രവമായിരുന്നു. അപ്പം ഞാൻ വെപ്രാളപ്പെട്ട് രാത്രി 1 മണിക്ക് 2 മണിക്ക് ഈ തള്ളയെ വിളിക്കുകയാണ്. അപ്പോഴാണ് തള്ള പറയുന്നത് അയ്യോ അവ അടിക്കുന്നില്ല, ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ സന്തോഷം എന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു സ്ത്രീ തന്നെ.
ഞാൻ പലവട്ടം വിളിച്ച് എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു വെപ്രാളമായിരുന്നു. ഇവിടുന്ന് പോയേണ്ടെന്ന് രാത്രിയിൽ ഒരു കാര്യമില്ലാതെ ഇത്രയും പിടങ്ങിയിരുന്ന വീട്ടിൽ നിന്ന് ഒരു തള്ളയും മോനും വീണ്ടും ഇവിടെ വരികയാണ്. അപ്പം നമ്മൾ ചോദിച്ചു എന്തിന് വന്നതെന്ന് വാപ്പ ചോദിച്ച്. എന്നിട്ട് മോളെ കൊണ്ട് പോയി വീണ്ടും കൊണ്ടുപോയി ആ രാത്രി തൊട്ട് വീണ്ടും ഉപദ്രവമാണ്. നേരം വെളുക്കുന്നത് വരെ ഈ കുട്ടിയെ ഉപദ്രവമായിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിക്കുമായിരുന്നു, എൻ്റെ മോളെ അവ അടിക്കെങ്ങാനും ചെയ്ത ഒരു കുഴപ്പമില്ല, നീ സന്തോഷമായിട്ട് അവിടെ ഇരുന്നു എന്നാണ് അവര് പറയുന്നത്. ആ രാത്രിയല്ല ഈ കൊച്ചിനെ അന്നേരം ഈ കൊച്ചു മരിച്ചു പോയെങ്കിൽ ആര് സമാധാനം പറയും? ഞാനതാണ് ചോദിക്കുന്നത്. ഈ 1.5 വയസ്സായ മോൻ ഇപ്പോഴാണ് ഇവൻ കൊല ചെയ്ത് കൊന്നത്. അതിന് മുമ്പേ ഈ മോള് മരിക്കാനുള്ളതായിരുന്നു. ജീവച്ചവമാക്കിയതാണ് അവനും അവന്റെ ഉമ്മായും സഹോദരിയും കൂടെ. ഇവര് 3 പേരും ആ സ്ത്രീ, അവന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും അവന്റെ സഹോദരി എന്ന് പറയുന്ന അവളും കൊല ചെയ്യപ്പോയിരുന്നു ഈ കുട്ടി. ഇവര് 3 പേരും കൂടെ. ഇവരൊരു മനുഷ്യരാണ്? ഇവരെ മനുഷ്യ ഗണത്തിൽ കൂട്ടാൻ കൊള്ളാവോ? മറ്റുള്ളവർക്ക് എന്തോരു ഇതാണ്. നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചപ്പോഴത്തേക്ക് ഇതിപ്പോ ഈ പൊന്നുമോനെ ഈ കൊല ചെയ്തിട്ടല്ലേ ഞങ്ങൾക്ക് ഇത് വെട്ടത്ത് പറയാൻ പറ്റുന്നത്. വേറെ ഒരാഗ്രഹവും ഞങ്ങൾക്കില്ല. ഈ മോളെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ ഇവ അമ്പലങ്ങളിലൊക്കെ പോയി ഫോട്ടോ ഇതാണ് അഷ്കർ. അവൻ മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ അല്ല. ഇതെപ്പോ തന്ന ഫോട്ടോയാ? ഇത് ഞങ്ങളെ ഫോട്ടോ ഇല്ലായിരുന്നു. ഞങ്ങള് വേറെ ആളെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഫോട്ടോ ആയിരുന്നു. ഒരാളെ കൊണ്ട് ഒരു ഫോട്ടോ തന്നതാണ് ഇത്. പിന്നെ ഈ വണ്ടി ഓടുന്ന ടൂറിസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി ഈ വണ്ടിയിൽ പോയപ്പോൾ പറഞ്ഞ് മോളെ കൂടെ ആ വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു, എൻ്റെ മകളെ കൂടെ. അപ്പൊ അവർ വിചാരിച്ചെന്ന് പറഞ്ഞാല് ഈ ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് അവർ വിചാരിച്ചില്ല. 10-22 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയായിരിക്കും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് അവർ അന്തം വിട്ടുപോയത്. അങ്ങനെ ഈ കുട്ടി അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ അമ്പലത്തിൽ പോയിട്ട് പിന്നെ എൻ്റെ മോളെ വിളിച്ച് പിന്നെ ഈ അമ്പലത്തിൽ നിന്ന് കുറിയിടാൻ പറഞ്ഞു. കുറിയിടാത്തതിന് എൻ്റെ മോളെ അവൻ അവിടെ വെച്ച് അടിച്ചു. കുറിയിടണം എന്നും പറഞ്ഞ് എൻ്റെ മോളെ അവിടെ വെച്ച് ഒരുപാട് ഉപദ്രവം ചെയ്തത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇങ്ങോട്ട് നമുക്ക് അയച്ചു തന്നത്. ഈ ഫോട്ടോ അവർ അയച്ചു അവർ തിരിച്ചു വന്നപ്പോ അതായത് ഇവര് യാത്ര എന്നും പറഞ്ഞു പോയതാണ്. അഷ്കറും ആമിനയും കൂടെ യാത്ര. ആമിനല്ല, വേറെ പിന്നെ അവൻ വണ്ടി ഓട്ടമാണല്ലോ, ഡ്രൈവറാണ്. അപ്പൊ ഈ ഡ്രൈവറെ വണ്ടി വിളിച്ച് ആ നാട്ടുള്ളവരാണ് അവര്. ഇവന്റെ വണ്ടി വിളിച്ചാണ് ഓട്ടങ്ങൾ പോകുന്നത്. അപ്പൊ ഈ അവരെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സമയങ്ങളിലെല്ലാം അവർ അമ്പലങ്ങളിലൊക്കെ പോകുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഓട്ടം വിളിച്ചപ്പോഴത്തേക്ക് ഈ കൊച്ച് വീട്ടിൽ ഒറ്റയ്ക്കാണുള്ള, വാടക വീട്ടിലാണല്ലോ, ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. പരിസരമായിട്ട് ആരെയും മിണ്ടാനും എടുക്കാനും ഒന്നും സമ്മതിക്കൂല. കതവ് അടച്ച് അവിടെ ഇരുന്നോളൂ. ഏകാന്തമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗാർഹികമായിട്ടും പീഡനമായിരുന്നു ആ സമയത്ത്. അപ്പോഴേ ഇവർ പറഞ്ഞത്, നിന്റെ ഭാര്യയെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമ്മൾ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ച കഴിയൂലേ, അവരെ കൂടെ കൊണ്ടുപോകാം. അവരെന്നാണ് അവർ സംബോധന ചെയ്യുന്നത്. ഈ കുട്ടിയെ കാണുന്നില്ല. അവർ വിചാരിച്ച് 10-30 വയസ്സ് വരുമായിരിക്കും, അവരെ കൂടെ കൊണ്ടുപോവാം. അപ്പോഴേ ഈ ഒരു 30 വയസ്സായ ഒരു സ്ത്രീയെ എങ്ങനെയാണോ പറയുന്നത്, അതുപോലെ ഈ 18 വയസ്സായ കൊച്ചിനെ എല്ലാവരും കൂടെ കുറ്റങ്ങൾ പറയുന്നത്. അപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി. പോകുന്നതിൻ്റെ അന്ന് വൈകിട്ട്, രാത്രിയിലാണ് ടൂർ പോകുന്നത്, വൈകിട്ട് അവരെ ഭർത്താവും കൂടെ ഇവൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഈ കൊച്ചിനെ കണ്ടപ്പോൾ 18 വയസ്സായ ഒരു കൊച്ചാണല്ലോ എന്ന് അവർ കാണുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇതിനെയാണ് നീ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് ടൂറിന് നീ വരാൻ ഒരുങ്ങിയതെന്ന് ചോദിച്ചു. അവളെ കൂടെ നമുക്ക് കൊണ്ടുപോകാം. അവൻ മനസ്സോടെയാണ് പിന്നെ ഈ കുട്ടിയെ കൂടെ കൊണ്ടുപോയത്. ഇവനെ ഇവിടെ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അങ്ങ് പോകണം. ഇവളിവിടെ തിന്നാലും കുടിച്ചാലും ഒന്നുമില്ല അവന്. ഇവൻ വാതിലും ആ സമയത്ത് വാതിലൊക്കെ പൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവര് അയച്ചു തന്ന ഫോട്ടോകളാണ് ഇത്. അവരെ പോയ സമയത്ത് ആമിനെ കൊണ്ടുപോയിരുന്നു. ആമിനെ കൊണ്ടുപോയ സമയത്തുള്ള ഫോട്ടോയാണ് അത്. ഈ അഷ്കർ കുറിയിട്ടിരിക്കുന്ന ആമിനയെ കുറിയിടിച്ചിട്ടുണ്ട്.
അവളെന്ന് വെച്ചാൽ നമസ്കാരവും കാര്യം നമ്മളെ ദീനിൻ്റെതിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് അതാണ് നമസ്കാരം. കുറി ഇടാത്തന്നെ എന്റെ മോളെ അവിടെ വെച്ച് അടിച്ചു. അത് അവർ ഫോൺ ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഈ അഷ്കർ അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരാളെ യാത്ര കൊണ്ടുപോകുന്നു. ആ കൂട്ടര് പറയുന്നു ആമിനെയും കൂടെ കൂട്ടിക്കോളാം. ഈ കൊച്ചുകുട്ടിയെ നിന്റെ ഈ വീട്ടില് ഒറ്റയ്ക്ക് ഇട്ടിട്ട് നീ വരണ്ട, കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. വേണ്ട വേണ്ടെന്ന് പലവർക്ക് പറഞ്ഞിരുന്നു. അത് സമ്മതിച്ചില്ല. ഇവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. കാരണം അവർക്കും ഒരു മോളുണ്ട്, ഈ മോളെ പ്രായത്തിലുള്ള. അങ്ങനെ അവര് കൂടെ കൊണ്ടുപോയി അവരെ കൂടെയാണ് മോള് ബാക്കിയുള്ള കഥകളെല്ലാം പറഞ്ഞു തന്നത്. ഇവന്റെ ദ്രോഹങ്ങളെല്ലാം ആ കൊണ്ടുപോണേന്റെ അന്നും ചെവിക്കല്ലയിൽ അടിച്ചെന്ന്. ഈ കൊച്ചിങ്ങനെ തലയൊക്കെ പൊത്തി പിടിക്കണോ ചെയ്യണേന്ന്. അപ്പൊ നീ എന്തിന് ചെവി പൊത്തി പിടിക്കണേന്ന് ചോദിച്ചപ്പോ അപ്പോഴൊന്നും ഒന്നും മിണ്ടിയില്ലാന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ കേൾക്കാതെ പറയണത് അവളാ കവാലത്തിൽ അടിച്ച് ചെവിക്കല്ലേ പൊളക്ക അടിച്ചു കൊടുത്തെന്ന് പറയണത്. ഒരു മനുഷ്യനാണോ ഇത് മനുഷ്യനാണോന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നെ ഈ കുട്ടി മരണപ്പെട്ടു പോകാനുള്ളതെന്നറിയാവോ? ഈ വാപ്പ പോയി കൊണ്ടുവന്നത് കൊണ്ട് ഇന്ന് ഞങ്ങളെ ജീവനോട് ഈ മോളെ കാണുന്നു. ദൈവമായിട്ട് തന്നെ പറഞ്ഞു വിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ അനു എന്ന് പറയുന്ന ഈ ഡാൻസുകാരിയെയും അവന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെയും അവന്റെ സഹോദരിയെയും രംഗത്ത് കൊണ്ടുവന്നിരിക്കണം. കാരണം ഇവര് പല കളവുകളും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇവരെ 3 പേരെയും പോയിട്ട് വേറെ ആരും കാണൂല ഈ ലോകത്ത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ എവളാണ്, അനു എന്ന് പറയുന്ന ഡാൻസുകാരെയാണ്. ഇവർ കൂടെ അവിടെ ചില്ലുകയും ചെയ്യുന്നു വീട്ടിൽ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നേ പറയാനുള്ളൂ, നിയമത്തിന്റെ മുൻപിൽ ഇവരെ 4 പേരെയും ഈ അഷ്കറിന്റെ ഉമ്മ, അഷ്കറിന്റെ സഹോദരി, ഈ ഡാൻസുകാരി എന്ന് പറയുന്ന അനു, ഇവളെ മുമ്പേ കൊണ്ടുവരണം. ഇവളുമാർക്ക് നല്ല പെടല് കൊടുത്ത് ചോദിച്ചാൽ മാത്രമേ സത്യങ്ങളെല്ലാം അറിയുള്ളൂ. അല്ലാതെ കാരണം ഇവര് പറയുന്നത് ഇനിയും വിശ്വസിച്ചിരുന്നാല് ഇനി ഇതുപോലെ പല പെൺകുട്ടികൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോവും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അമ്മ എത്താൻ വന്ന് സംസാരിച്ചായിരുന്നോ ഇവര് തമ്മിലുള്ള വിവാഹമോചനം വേണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്? ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കുട്ടി മരിച്ച സമയത്ത് ഈ സ്ത്രീയെ കാണുന്നതാണ്. ഈ അഖില എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മേ, അവളെ കുട്ടിയെന്ന് പറയാക്കൂല, ദുഷ്ടത്തീരെ അമ്മേ. എപ്പോഴാണ് നമ്മൾ ചാനലിലാണ് കാണുന്നത്. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലല്ലേ, അവിടെ വെച്ചാണ് കാണുന്നത്. ഈ ചാനലില് കാണുന്നത് ഞങ്ങൾ അപ്പോഴാണ്. നമുക്ക് ഇവരെയൊന്നും അറിഞ്ഞൂടല്ലോ, നമ്മളങ്ങനെ ആരുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്നില്ലല്ലോ. നമുക്ക് ഇവരെ നല്ലതുപോലെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ആരോട് നമ്മൾ ഒന്നിനും പോകൂല. അന്നും പോകൂല, ഇന്നും പോകൂല. നമുക്ക് നമ്മളേതായ ഒരു ഇതുണ്ട്. എന്താണ് ഇല്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തടയുമായിരുന്നു. അപ്പൊ എന്റെ മോള് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവ ഈ പെരിങ്ങമലയെന്നങ്ങാണ്ട് കല്യാണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. പക്ഷെ പെരിങ്ങമലയെന്നല്ല, ഇപ്പൊ ഈ പറയുന്നില്ലേ ഈ ഫ്രോഡ് പെണ്ണിനെ കെട്ടാനായിരുന്നു അപ്പം പോയത്. അപ്പൊ എന്റെ താത്താര മരുമോനോട് ഇവളുമാര് വിളിച്ചു ചോദിച്ചെന്ന് ഈ കുട്ടിയുടെ ബന്ധം വേർപെടുത്തിയെന്ന്. അപ്പോഴ് എൻ്റെ മരുമോൻ പറഞ്ഞത്, നിങ്ങൾ ഈ കരിമങ്കോട്ട് ചെന്ന് ആ കുട്ടിയെ കാണണം, ജീവച്ചവം പോലെ എവിടെ ഇരിപ്പുണ്ട്, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ഈ സ്ത്രീയുടെ മോളാണെന്ന് എൻ്റെ മരുമോനും അറിയുന്നില്ല, വേറെ ആരും അറിയുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നു നമ്മളെ ഈ മതത്തിൻ്റെത് പറയുന്നതല്ല, നമ്മളെ ജാതിയിലുള്ളവരായിരിക്കും ഇത് വിളിച്ച് ചോദിക്കുന്നത്, മോളെ കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് വിളിച്ച് ചോദിക്കുന്നതെന്നാണ് അവരും അറിഞ്ഞിരുന്നത്. പക്ഷെ ഇതാണെന്ന് നമ്മളും അറിയുന്നില്ല. വിളിച്ച് ചോദിച്ചവളാണ്. ചോദിച്ചതിനുള്ള മറുപടിയും ആ മരുമോൻ കൊടുത്ത്, നിങ്ങളെ മോളെ കൊണ്ടുപോയാൽ ഇതാണ് ഗതിയെന്ന് അവൻ അത് കൊടുത്തിട്ട് സൂചന കൊടുത്തിട്ട് പോലും അവരത് വകവയ്ക്കാതെയാണ് ഏവനെങ്കിലും വരുമ്പോഴത്തേക്ക് ആരെയായാലും ഇവളുമാരിക്ക് മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വീട്ടുകാരായാലും അവളുമാരായാലും ഇങ്ങനെ പോകുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കൊടുത്തല്ലേ അവര്, എൻ്റെ മോളെ അവസ്ഥ ഇന്ന് ഇതാണെന്നുള്ളത്. എന്നിട്ട് അവര് അത് കേൾക്കാതെയല്ലേ അവൾ അവന്റെ കൂടെ പോയത്, ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് മോളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ? ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല കെയറിംഗ് ആണ് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എല്ലാ രീതിയിലും അവർ നമ്മളെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ പൊന്നുമോളെ ഞങ്ങളെ വാപ്പായുമായും നല്ല കെയർ ചെയ്ത് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവളെ പഠിപ്പിക്കണം, അവളെ നന്നാക്കി നമ്മളെ പഴയ ആത്മയാക്കി എടുക്കണം എന്നുള്ളൊരു വിചാരണത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം അവരെ കയ്യിലിരിക്കുകയാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മോളെ കെയർ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ആമിന ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ചികിത്സ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പൊ 3 വർഷം 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ? നടക്കാൻ പറ്റില്ല. ഇപ്പോഴും അതിനുള്ള സ്വാധീനമൊന്നും ആയിട്ടില്ല. എന്താ ഡോക്ടർ പറയുന്നത്? ഡോക്ടർ പറയുന്നത് സാവധാനം ഇതെല്ലാം കറക്റ്റ് ചെയ്തോളും, ശരിയായി വരും, കുറച്ച് സമയമെടുക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും നമ്മൾ ഇപ്പോഴും എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയുടെ ഇതിൻ്റെ എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലിന് ഒരു ബലം കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഏത് കാലം? അതെ, ഈ കാലിന് ഈ ഒരു വശത്തിന് ബലം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാല് തറയിൽ ചേർക്കുമ്പോൾ കാലിന് വിറയിലുണ്ടാവും. അത് കാരണം കാലിന് ശക്തി വരുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞിട്ടും തീരാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്കറിന്റെ ക്രൂരതകൾ, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്ത് പുതിയൊരു ജീവിതം, അതാണ് ഈ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഇനി മുന്നോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ മോക്ക് ഇനി ആദ്യം അവളെ നല്ല രീതിയിൽ അവളെ ആരോഗ്യം വീണ്ടെടുക്കണം. അതാണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം. അവളൊന്ന് സ്വന്തമായിട്ടൊന്ന് നടന്ന് അവളെ കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് അവളെ വിദ്യാഭ്യാസം വീണ്ടും പുനരാരംഭിക്കണം. എൻ്റെ മോക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഹിഫ്ള്, നമ്മളെ ഇൽമ് മൊത്തത്തിൽ പഠിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് ഒരു എന്തോ തടസ്സമാണെന്ന് എനിക്ക് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതുകൊണ്ടാണോ എന്തോ റബ്ബിൻ്റെ പരീക്ഷണം ഇങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് നല്ല രീതിയിൽ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എൻ്റെ മോളെ ഹിഫ്ള് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം, എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു പയ്യൻ, എല്ലാ കാര്യവും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ മോളെ ജീവിതത്തിൽ ഇനി വരാൻ. നമുക്ക് പണവും പ്രതാപവും ഒന്നുമല്ല, സന്തോഷമായുള്ളൊരു ജീവിതമാണ് എൻ്റെ മോക്ക് വേണ്ടത്. ആദ്യം അവളെ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കട്ടെ, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പം ഒരു പ്രതീക്ഷകളൊന്നുമില്ല, മോള് അങ്ങനെ വലിയ ആളാവണോ എന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷകളുണ്ടായിരുന്നു, 2 മക്കളിലും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട്. നമ്മൾ ആമിനയുടെ അവസ്ഥകൾ ഈ പറയുന്നത് പോലെ വീൽ ചെയറിലാണ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഉമ്മ, ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോൾ ഈ കേട്ട കാര്യങ്ങളൊന്നുമല്ല, ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് താമസം എന്നൊക്കെ മനസ്സിലാകുന്നു. എങ്ങനെയാണ് അപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്? ചികിത്സയുടെ കാര്യം വലിയ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് തണലെന്നൊരു സംഘടന നമ്മളെ ജമാഅത്തിൻ്റെ ഇതിലുണ്ട്. അവരാണ് നമുക്ക് വണ്ടി വിട്ടു തരുന്നതും പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലുകൾ കൊടുക്കും. അപ്പോൾ അവർ വീണ്ടും നമുക്ക് പൈസ അയച്ചു തരുമ്പോഴാണ് മരുന്ന് വാങ്ങിക്കുന്നത്. ഭക്ഷണത്തിനൊക്കെ നമ്മൾ എന്ത് പറയാനാണ്, അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വേദനയുണ്ട്. ഇതാണ് ആമിനയുടെ റൂം എന്നുവെച്ചാൽ ഇത് ഹോസ്പിറ്റൽ ബെഡുണ്ട്, ഇതാണ്ട് ഇതെല്ലാം ഇവക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈ ഡൈപ്പർ തന്നെ ദിവസം ഒരു സെറ്റ് വേണം ഡൈപ്പർ. പിന്നെ ഈ അണ്ടർപേഡ് ബെഡിൽ വിരിക്കുന്നതാണ്. പിന്നെ ഇത് ഇവക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളതും പിന്നെ 1-2 പോകാനുള്ള സാധനമാണ്. പിന്നെ ഇത് റെക്യൂസമി മിഷനുണ്ട്, നെബുലൈസേഷനുണ്ട്, പിന്നെ പനി എല്ലാം ഉണ്ട്. എല്ലാം ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ സഹായിച്ചതാണ്. ഈ പറയുന്നത് പോലെ ദിവസ വേതനത്തിന് ജോലി ചെയ്തവരാണല്ലോ രണ്ടുപേരും. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ 2 മക്കളെ നമുക്ക് വളർത്തി വലുതാക്കണം. വാപ്പാക്കാണെങ്കിൽ സുഖമില്ല, കാലിലൊക്കെ നീരാണ്. വാപ്പ സെക്യൂരിറ്റി പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴും വീണ്ടും കാലിനൊക്കെ നീരായി, കിഡ്നിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാനതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളെ ഈ 2 മക്കളെയും വളർത്തി അവരെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു അതേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു. നമ്മളെ മക്കളെ ജീവിതം
നല്ലതാക്കുക. നമ്മൾ ആരോഗ്യമൊക്കെ മാറ്റി വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഇതെല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചത്. അതുകൊണ്ട് എല്ലാം തകർന്നു പോയി. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വാപ്പാക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ പറ്റൂല. കാല് രണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ല. ഇതാണ് ഞങ്ങളെ ജീവിതാവസ്ഥ. ആ സ്ത്രീ തന്നെ പറയുന്നത്, നമ്മൾ ചാനലിലും നമ്മൾ പത്രത്തിലുമൊക്കെ പറഞ്ഞ് പൈസകൾ എങ്ങനെ വാങ്ങിക്കുന്നത്, ഇവിടെ വന്ന് കാണുന്നവർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടും ആ വിഷമവും അറിയാവും. ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ തരണം ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ജോലിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ഇന്നതൊരു വിഷമം ഉണ്ടാവില്ല. എനിക്കിതിന് ഏറ്റവും വലിയൊരു വിഷമമാണ്. കാരണം നമ്മളിങ്ങനെയല്ല ജീവിച്ചിരുന്നത്. നമ്മൾ കൂലിവേലക്കാരാണെങ്കിലും നമ്മൾ ജോലി ചെയ്ത് കൊണ്ടുവന്നാണ് നമ്മളെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ. ഇതിൽ എനിക്ക് ഏറ്റവും വലിയൊരു വേദനയും വിഷമവും ഉണ്ട്. വിഷമവും മനസ്സിനെ വല്ലാതെ അലട്ടുന്നതുമുണ്ട്. മറ്റുള്ളവരെ സഹായത്തിലുള്ളൊരു ജീവിതം നമ്മൾ പറഞ്ഞ് അവരോട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു മനപ്രയാസവും ഉണ്ട്. എന്ത് പറയാൻ, നമ്മൾ ജോലിക്ക് പോകുന്നില്ലല്ലോ. ജോലിക്ക് പോയെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വിഷമം ഉണ്ടാവില്ല. ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് എനിക്ക് ജോലിക്ക് ഇറങ്ങാൻ. നമ്മളും ദിവസം ചെല്ലും തോറും നമുക്കൊരു വർഷമാകുമ്പോൾ നമുക്കൊരു വയസ്സ് കൂടിയല്ലേ വരുന്നത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടല്ലേ വരുന്നത്. ഇപ്പം തന്നെ ഈ 2 വർഷം കൊണ്ട് നമ്മൾ ഈ മോളെ എടുക്കുകയും പിടിക്കുകയും ചെയ്ത് നമ്മളെ ആരോഗ്യത്തിന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കാരണം ഈ മോളാണ് ഞങ്ങളെ ലക്ഷ്യം. അവളൊന്ന് നടക്കുക, അവളൊന്ന് നല്ലതുപോലെ സംസാരിക്കുക, അവളെ സ്വന്തം കാര്യമെങ്കിലും നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ഈ മോള് നല്ല രീതിയിലായില്ലെങ്കിൽ നമുക്ക് മരണത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല. എപ്പോഴാണ് നമ്മുടെ ആരെ ആയാലും മരണം എപ്പോഴും നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു വേദനയുണ്ട്. നമ്മളിന്ന് ഇല്ലാതെ വന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥ നാളെ എന്തായി തീരും എന്നൊരു മനപ്രയാസത്തിലാണ് ഇന്ന് നമ്മളെ ജീവിതം. ഈ പറയുന്നത് പോലെ ആമിനയുടെ തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ മലയാളികളാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെ നിൽക്കുന്നവരാണ് എന്ന് അറിയാം. അതുകൊണ്ട് പറയുകയാണ്, ഇവർക്കൊരു സഹായം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ നിങ്ങളുടെ പരിഗണനയിലേക്ക് ഉൾപ്പെടുത്തുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? നമ്മളുടെ ഇപ്പോഴത്തെ MLA സുധീർഷ, അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അവരുമായിട്ട് വന്ന് കൊച്ചിൻ്റെ ബിരിയാണി ചലഞ്ച് കൊണ്ട് നമുക്ക് 1 ലക്ഷത്തിന് പുറത്ത് രൂപയോളം മോളെ ചികിത്സയ്ക്കൊക്കെ തന്ന് സഹായിച്ച വ്യക്തിയാണ് MLA സുധീർഷ. അവരൊക്കെ കൂടെ ഓർക്കുന്നുണ്ട്. അവരെ എപ്പോഴും ഓർക്കുന്നുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. ഇനി അവർ നമ്മളോട് തന്നെ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ നമ്മൾ അടുത്തുള്ള അയലുമൊക്കെ തന്നെ നമ്മുടെ ഷെഹനാസ് നേരത്തെ മെമ്പറായിരുന്നു. അവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നു. എല്ലാവരും നമ്മളെ സഹായിക്കും. നമ്മളെ നാട്ടുകാരെല്ലാവരും നമ്മളെ സഹായിക്കും.